ഇന്ന് രാവിലെ ശിവഗിരി തീർത്ഥാടക സമ്മേളനത്തിന്റെ വേദിയിൽ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം അത് ശിവഗിരിയുടെ പുണ്യഭൂമിയെ, സനാതന ധർമ്മികളെ മുഴുവൻ അധിക്ഷേപിക്കാനുള്ള വേദിയാക്കി മാറ്റുകയാണ് ചെയ്തത്. നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ വലിയൊരു ഉദ്യമം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. മറ്റൊന്നുമല്ല, STP പോപ്പുലർ ഫ്രണ്ട് മത ഭീകര സംഘടനകൾ നമ്മുടെ ഒരു സംഘപ്രവർത്തകനെതിരെ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന, ഒരു പക്ഷേ ആജീവനാന്തകാലം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിലേക്ക് വ്യാജപ്രതിയായി ചേർത്തുകൊണ്ട് നടത്തിയ വലിയൊരു ആസൂത്രണം, അതിനെതിരെ നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി നമ്മുടെ സംഘ സഹോദരനെ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിശദ വിവരങ്ങൾ, അതായത് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും ആദ്യ കമന്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കമന്റിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുൻപ് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാനും ജാമിദ ടീച്ചറും കൂടി ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംഘ സഹോദരനെ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ നമ്പറുകളും എല്ലാം ഇതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹായിക്കുക എന്നൊരു അപേക്ഷ വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. സനാതന ധർമ്മം എന്നുള്ളത് രാജവാഴ്ചയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യം. വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതന ധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം മഹാഭാരതത്തെ അപമാനിച്ചു, കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു. എന്താണ് ധർമ്മം എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത, സംശയത്തിന്റെ ചോദ്യമുയർത്തി പിൻവാങ്ങുന്ന ഒന്ന് എന്നാണ് മുഖ്യമന്ത്രി മഹാഭാരതത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പരിശുദ്ധ ഖുർആനെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടാവോ? മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ? സനാതനധർമ്മം വെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ആ വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ നടത്തിയ പരാമർശവും പൊതുവായിട്ടുള്ള ധാരണയും. വാസ്തവത്തിൽ മറ്റേതെങ്കിലും വിശ്വാസധാരയെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രി എന്തെങ്കിലും ധൈര്യപ്പെടുമോ? സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ്, മാറ്റമില്ലാത്ത ഒന്നാണ് എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല. മാറ്റത്തിന് വഴങ്ങാത്തതാണ് എന്നാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആചാരങ്ങളിലെ, ഈ ജീവിത രീതികളിലെ ജീർണതകൾ, ആ ജീർണതകൾ ഉണ്ടായപ്പോൾ, ജാതീയത ഉൾപ്പെടെയുള്ള ജീർണതകൾ, ആ ജീർണതകൾക്ക് മാറ്റം വരുത്താൻ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഒരാൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോ അതിനെയും ഉൾക്കൊള്ളാനും അതനുസരിച്ച് തിരുത്തൽ വരുത്താനും സനാതന ധർമ്മപാതയിൽ പെടുന്ന ആളുകൾ സന്നദ്ധരായത്. അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള സത്യം ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കാലഘട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ജീർണതകൾ, ആ ജീർണതകൾ തിരുത്തപ്പെടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് സനാതനധർമ്മ വിശ്വാസികൾക്കുള്ളത്. അതുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള കേസിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞത്, ഹൈന്ദവർ പാലിക്കേണ്ട കടമകളാണ് സനാതനധർമ്മത്തിന്റെ കാതൽ എന്ന്. മാത്രമല്ല, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാത്രമാണ് സനാതനധർമ്മം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നാണ് മദ്രാസ് ഹൈക്കോടതി വിലയിരുത്തിയത്. അതുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും അതേസമയത്ത് ചിരന്തനമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക,
അതാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് ശ്രീമാൻ പിണറായി വിജയൻ മനസ്സിലാക്കണം. ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിലാണ് കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത്. ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു സങ്കേതങ്ങളെയും മുഴുവൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പിണറായി വിജയന്റെ ഭരണത്തിലാണ് നടന്നത്. ശബരിമലയിലെ ആചാരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. ശബരിമല തീർത്ഥാടനം തന്നെ കഴിഞ്ഞ വർഷം നിരവധി ആളുകൾക്ക് ആ ദർശനം നടത്താൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. തൃശൂർ പൂരം മുടങ്ങിയ സാഹചര്യം, അത് മുടക്കാനുള്ള ശ്രമം നടത്തിയത് പിണറായി വിജയന്റെ പോലീസാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഹിന്ദു ധർമ്മത്തിൽപ്പെടുന്ന ആളല്ല, സനാതന ധർമ്മത്തിന്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി, ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം, ആ ശ്രമത്തിലാണ് ഇന്നും വീണ്ടും പിണറായി വിജയൻ മുതിർന്നത്. ആ പ്രചാരവേല കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ഹിന്ദു സമൂഹം, ആ ഹിന്ദു സമൂഹം മുഖവിലക്കെടുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ ഇന്നലെ എന്റെ പ്രസംഗത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെക്കുറിച്ച് കുമാരനാശാന്റെ വരികൾ ഞാൻ ഇന്നലെ ഉദ്ധരിച്ചു. ശ്രീനാരായണ ഗുരുവിനെ കുമാരനാശാനേക്കാൾ കൂടുതൽ നന്നായിട്ട് പിണറായി വിജയൻ അറിയാമെന്ന് പിണറായി വിജയൻ അവകാശപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കുമാരനാശാൻ വിവേകോദയത്തിന്റെ 1084 മകരത്തിലെ ലക്കത്തിൽ പറഞ്ഞത് ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. ഞാനത് വീണ്ടും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുമാരനാശാൻ പറഞ്ഞത്, ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുവും തീയ സമുദായത്തിലെ അംഗങ്ങളാണ്. ആ സമുദായം ഹിന്ദു മതത്തിന്റെ ഭാഗവുമാണ്. വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ധനവാന്മാർക്കും ദരിദ്രർക്കും സുഖികൾക്കും ദുഃഖികൾക്കും എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് എന്നല്ല പറഞ്ഞത്, ഒരുപോലെ ആശ്വാസത്തെയും ആശയെയും ജനിപ്പിക്കത്തക്കവണ്ണം സർവതോന്മുഖമായ വ്യാപ്തിയും മഹാത്മ്യവുമുള്ള മതം ഹിന്ദുമതത്തെ പോലെ മറ്റൊന്നില്ലെന്ന് അറിഞ്ഞവരെല്ലാം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ശ്രീനാരായണ ഗുരുവിനെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള കുമാരനാശാന്റെ വാക്കുകളാണ്. ആ വാക്കുകൾ ഞാൻ ഉദ്ധരിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ അതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ചു. അതിനൊന്നും മറുപടി പറഞ്ഞില്ല. പകരം മുഖ്യമന്ത്രി ഇന്ന് ശിവഗിരിയിലെ ആ വേദിയെ സനാതന ധർമ്മികളെ അധിക്ഷേപിക്കാൻ, സനാതന ധർമ്മ വിശ്വാസികളെ അധിക്ഷേപിക്കാൻ, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല, ആ പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുന്നത് ശിവഗിരിയെ അവഹേളിക്കുന്നതിന്, ശിവഗിരി വിശ്വാസികളെ, ശ്രീനാരായണീയരെ അവഹേളിക്കുന്നത് തുല്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആ ശ്രമങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്താ ഒരു ജാതി? അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് തന്നെയാണ് ശരി. ഞാൻ പറയുന്നത് ആ ജാതി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരു ജാതിയല്ല, ഇന്ന് നമ്മൾ കരുതുന്നത് പോലത്തെ ഒരു മതവുമല്ല. കാരണം സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല. സനാതന ധർമ്മം എന്ന് പറയുന്നത് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള നിരവധി ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അതിന്റെയെല്ലാം ഭാഗമാണ്. അതിനുശേഷമാണ് ഇന്ന് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പേര് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. 3000 കൊല്ലം മുമ്പ് ഈ ജാതിയും ഈ മതവുമല്ല ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്. മനുഷ്യൻ തമ്മിൽ ഭേദമില്ല എന്ന് പറയുമ്പോൾ അത് വേദാന്തമാണ്. അത് മുഖ്യമന്ത്രി പഠിക്കണം, മനസ്സിലാക്കണം. മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാത്രം വായിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയും. ആ വിഡ്ഢിത്തരങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ജാതികളാക്കി തിരിക്കുന്നു, ജാതീയതയ്ക്കെതിരെ പോരാടിയ ഒരു നവോത്ഥാന നായകനെ ഇങ്ങനെ ജാതിയുടെ കളിയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോ അവസാനം വന്നല്ലേ, ഞാൻ ആദ്യം പറഞ്ഞു ഒന്ന് കേട്ടു നോക്കിയോ. മറ്റൊരു കാര്യം പറഞ്ഞത് ഹിന്ദുമത ഞാൻ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ സച്ചിദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞത് ഹിന്ദുമതത്തിലെ ചില ക്ഷേത്രങ്ങളിൽ കയറുന്നതിന് ഇപ്പോഴും ചില ആചാരങ്ങൾ നിലനിൽക്കുന്നു. ഷർട്ട് ഊരാതെ കയറാൻ പാടില്ല. അതിനൊരു മാറ്റം ഉണ്ടാവണം, അങ്ങനെ ഒരു കാലാനുസൃതമായ മാറ്റം ഉണ്ടാവണം. ഇങ്ങനെയാണ് ബിജെപിയുടെ അക്കരുതൽ നിലപാട്. അതായത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ചില ശാസ്ത്രീയമായിട്ടുള്ളൊരു സംവിധാനമാണ് ക്ഷേത്രം. ക്ഷേത്രം അന്ധവിശ്വാസമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയേണ്ടതാണ്, പൊളിച്ച് കപ്പ നടേണ്ടതാണ് എന്ന് പറയുന്ന ആളുകളുടെ വ്യാഖ്യാനമല്ല. ക്ഷേത്രത്തിനൊരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്. ആ ശാസ്ത്രീയ അടിസ്ഥാനം അറിയുന്ന ആളുകൾ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. സച്ചിദാനന്ദ സ്വാമി അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. ഞാൻ അത് പഠിച്ചിട്ടുള്ള ഒരാളല്ല. അതേസമയത്ത് എനിക്കൊരു പൊതുധാരണയുണ്ട് അതിനെ സംബന്ധിച്ച്. പിണറായി വിജയൻ അത് ഉടനെ കയറിയിട്ട് ഏറ്റുപിടിച്ച് ക്ഷേത്രാചാരത്തിനെ കുറിച്ച് പിണറായി വിജയൻ എന്തിനാ പറയുന്നത്? പൂച്ചക്ക് പുനരൊരുക്കുന്നിടത്തെ കാര്യം. പിണറായി വിജയനും ക്ഷേത്രവും തമ്മിൽ എന്ത് ബന്ധം? ക്ഷേത്ര ആചാരവും തമ്മിൽ എന്ത് ബന്ധം? ഗുരുവായൂർ പോയിട്ട് ആ ഇരിക്കുന്ന വെളിച്ചം കാണുന്ന സ്ഥലത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അപഹാസ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ക്ഷേത്രത്തിനകത്തുള്ള ആചാരത്തെക്കുറിച്ച് കമന്റ് പറയുന്നതിന്റെ അർത്ഥം എന്താ? ക്ഷേത്രത്തിനകത്തുള്ള ആചാരങ്ങൾ ക്ഷേത്രവിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്രാചാരങ്ങളുടെ ശാസ്ത്രീയത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ രാഷ്ട്രീയ പ്രസംഗം നടക്കുന്ന വേദി പോലെ അതുപോലെ നടത്തുന്നതിന്റെ പ്രസംഗമല്ല ക്ഷേത്രാചാരത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട ആളുകൾ, തന്ത്രിമാർ, ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കട്ടെ. ഇതിലെ പറഞ്ഞൊരു കാര്യം പിണറായി വിജയന്റെ പ്രസംഗമല്ല, സച്ചിദാനന്ദ സ്വാമികളുടെ പ്രസംഗമാണ്. അതിൽ പറയുന്നത് ഈ ഷർട്ടൂരിടാൻ പറഞ്ഞത് അത് ബ്രാഹ്മണ്യം കാണിക്കാൻ, പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പൂണൂല് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം ആചാരങ്ങൾ എനിക്ക് അതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒരുമിച്ചിരിക്കട്ടെ. മറ്റൊരു വിഷയമുള്ളത്, മഹാരാഷ്ട്രയിൽ ബിജെപി നിതീഷ് റാണെ അദ്ദേഹം കേരളം മിനി പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഇപ്പൊ വ്യാപക പ്രതിഷേധം പിണറായി വിജയന്റെ പാർട്ടിക്കാരല്ലേ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തെരഞ്ഞെടുത്തത് വയനാട്ടിലെ ഭീകരവാദികളും ഇസ്ലാമിക തീവ്രവാദികളുമാണെന്ന്? ആ പ്രസ്താവന പിൻവലിച്ചോ? അതിനെ MP ഗോവിന്ദൻ ന്യായീകരിച്ചില്ലേ? രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തെരഞ്ഞെടുത്തത് ഇസ്ലാമിക ഭീകരവാദികളും ഇസ്ലാമിക ശക്തികളുമാണ്. ആ പ്രസ്താവനയുടെ അടിസ്ഥാനം അത് വായിച്ച ആ മന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവും. ഏതാ ആര്? അല്ല, എനിക്കറിയില്ല. മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന BJP നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് വിജയരാഘവൻ പറഞ്ഞത്, വിജയരാഘവന് ഇത് പറയാൻ ഇപ്പൊ എന്താ അർഹത എന്നുള്ളതാണ്. കാരണം അവരും മദനിക്ക് വേണ്ടി കൂടുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആൾക്കാരാണ്. വിജയരാഘവനാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് വിജയരാഘവനും പിണറായി വിജയനും VD സതീശനും സുധാകരനും ഇവരുടെ പാർട്ടിക്കാരെല്ലാം എല്ലാവരും ചേർന്നിട്ടാണ് പ്രമേയം പാസാക്കിയത്. അല്ല, അത് തന്നെയെന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു കാര്യമുള്ളത്, അതായത് ജമാഅത്തെ ഇസ്ലാമിയോ SDPIയോ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കേരളത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന നിലയിലാണ് ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്ത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഇപ്പൊ പ്രശ്നം വിജയരാഘവൻ നടത്തിയ പ്രസ്താവനയിൽ CPMന്റെ വ്യക്തത എന്താ? ആദ്യം വരുത്തട്ടെ. CPM ആ നിലപാടിനെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് എന്റെ മറുപടി പറയാലോ. ശരി.